ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നീതൂസ് ആൻഡ് ഫാമിലി. മലയാളികളുടെ ഒരു വികാരമാണല്ലോ പൊറോട്ട. ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് എങ്ങനെ വീട്ടിൽ പൊറോട്ട പെട്ടെന്ന് ഉണ്ടാക്കാം എന്ന് നോക്കിയാലോ. കുറച്ച് ഐറ്റംസ് ഇതിന് ആവശ്യമുള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാം. അങ്ങനെ പൊറോട്ട കുഴച്ചിട്ട് ഒരുപാട് സമയം അങ്ങനെ കാത്തു വെക്കുകയോ പരത്തി വെക്കുകയോ ഒന്നും വേണ്ട. നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് കുഴയ്ക്കുക, ഉടനെ തന്നെ അത് പരത്തിയിട്ട് പൊറോട്ട ചുട്ടെടുക്കുക. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു 500 ഗ്രാം മൈദ. ഒരു 500 ഗ്രാം മൈദ ഉണ്ടെങ്കിൽ തന്നെ ഒരു 8 പൊറോട്ട, ഒരു ആവറേജ് വലിപ്പമുള്ളത്. ഇനി അതൊരു 10 ആക്കിയാലും കുഴപ്പമില്ല, അതിന് കുറച്ച് വലിപ്പം കുറയുന്നേ ഉള്ളൂ. 500 മൈദ, അതിലേക്ക് വേണ്ടത് ഒറ്റൊരു മുട്ട മാത്രം, പിന്നെ കുറച്ച് പഞ്ചസാര, കുറച്ച് ഉപ്പ്. ഇതെല്ലാം ആവശ്യത്തിന് മാത്രമാണ്. ഉപ്പ് എല്ലാവിടെയും ഒന്ന് മിക്സ് ആവണം. പിന്നെ കുറച്ച് നെയ്യ്, കുറച്ച് പാൽ, ഇതെല്ലാം മിക്സാക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. അതായത് കുറച്ച് നെയ്യും ചേർക്കണം. അതിനകത്തൊരു മാവെടുത്ത് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി ഇതേപോലെ അടിക്കുക. നമ്മൾ തണയിൽ തന്നെ അടിക്കണം, വലിച്ചടിക്കണം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കുറച്ച് പൊടിയും കൂടെ വിതറി ഒരു മുടിയെല്ലാം ചുരുട്ടി കെട്ടുന്ന പോലെ ചുരുട്ടി വെക്കുക. ഇതേ പൊസിഷനിൽ തന്നെ ബാക്കി എല്ലാ മാവും എടുത്തിട്ട് ബാക്കിയുള്ള 8 10 എത്ര നമ്മൾ ആക്കുന്നതെന്ന് വെച്ചാൽ അതിനെയും കൂടെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കി വെക്കുക. ഉടനെ അപ്പോഴേ തന്നെ നമ്മൾ കല്ല് അടുപ്പത്ത് വെച്ച് ഈ ചുരുട്ടി വെക്കുന്നതിന് പിന്നെ ഒരു ചപ്പാത്തി പോലെ നമ്മൾ പരത്തിയെടുക്കാൻ കൂടെ ചെയ്യണം. കല്ല് നല്ലോണം ചൂടാവണം. ഇതുപോലെ ആ ചുരുട്ടി വെച്ചതിനെ ചപ്പാത്തി പോലെ രണ്ടാമത് ഒന്നുകൂടി പരത്തിയെടുക്കുക. ജസ്റ്റ് ആ ചൂടായ കല്ലിലേക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് അങ്ങനെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ എണ്ണയെല്ലാം നല്ലോണം കുഴച്ചിട്ടാണ് ഈ മാവ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ലോണം എണ്ണ പുറത്തേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കല്ലിലേക്ക് വെച്ച് ഇതുപോലെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ കുറച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നെല്ലാം ഇങ്ങനെ ബബിൾസ് വരും. നല്ല സോഫ്റ്റ് ആകുന്നുണ്ടല്ലോ നമ്മൾ മാവ് കുഴക്കുമ്പോൾ. ഇതേപോലെ ഒരു ഭാഗം നല്ലോണമായി കുറച്ച് കട്ടിയുള്ളത് കൊണ്ട് ഉള്ളിലേക്ക് വേവ് വേണം, എന്നാൽ ഒട്ടും പുറത്തങ്ങനെ കരിഞ്ഞിരിക്കുകയും ചെയ്യരുത്. നല്ല സോഫ്റ്റായിട്ട് നല്ല ബബിൾസോട് കൂടിയിട്ട് നല്ല ലെയർ പൊറോട്ട പോലെ നമുക്ക് കഴിക്കാൻ സൂപ്പറായിട്ട് വൈകുന്നേരങ്ങളിൽ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ പൊറോട്ട ചുട്ടെടുക്കാം. ആരുടെയും ഹെൽപ്പ് വേണ്ട വരില്ല. വളരെ ചെറിയ സാധനങ്ങളെ വേണ്ടൂ, എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാണ്. പൊറോട്ട അത്ര നല്ലതല്ല, എന്നാലും നമുക്കൊരു പൊറോട്ട ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ആഹാരമാണല്ലോ. അതിൻ്റെ കൂടെ ചിക്കൻ കറിയോ പൊറോട്ടയോ എങ്ങനെയാലും അടിപൊളിയാണ്. ചെയ്തു.